2025 ഏപ്രിൽ 18 ഞങ്ങളുടെ കാശ്മീർ യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ഈ യാത്രയിൽ എൻ്റെ ബ്രദറും വൈഫും കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ഇപ്പം എയർപോർട്ടിലെ ലോഞ്ചിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ടൈം ആവുന്നു, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് പുറകെ വരുന്നത്. ഒരുവട്ടൊന്നും പരിചയപ്പെട്ടില്ല, ഇനിയും പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മളിപ്പം ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. ഇൻഡിഗോയിലാണ് നമ്മൾ പോകുന്നത്. ഇൻഡിഗോയിൽ ബാംഗ്ലൂർ എന്നിട്ട് അവിടെ നിന്ന് ശ്രീനഗറിനുള്ള കണക്ഷൻ ഫ്ലൈറ്റാണ്. അതും ഇൻഡിഗോ തന്നെയാണ്. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എന്നുള്ള നിലയിൽ ഇൻഡിഗോ നല്ല ഫ്ലൈറ്റാണ്. ഒന്നാമത് അവർ വളരെ നന്നായിട്ട് തന്നെ ടൈം കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇരിക്കാനാണെങ്കിലും നല്ല സൗകര്യമാണ്, ലെഗ് സ്പേസ് കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഞങ്ങൾ ഫാമിലി ആയിട്ട് ചോദിക്കാതെ തന്നെ നമുക്ക് സീറ്റ് അവർ ഒരുമിച്ചാണ് തരുന്നത്. മുമ്പിലായിക്കോട്ടെ പുറകിലായിക്കോട്ടെ, എങ്കിലും സീറ്റ് തരുന്ന കാര്യത്തിൽ അവർ ആ കാര്യത്തിലൊരു പ്രിഫറൻസ് തരുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഡീലിങ്സ് ആയിരുന്നു അവരുടെ. ഈ ഫ്ലൈറ്റിൽ 2-3 ഗ്രൂപ്പ് ആളുകളുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിലൊരു 20 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ തന്നെ ഇതിനകത്തുണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലോട്ട് ചെന്നു. അവിടെ ഞങ്ങൾക്കൊരു ബഗ്ഗി കിട്ടി. ഞങ്ങളതിൽ ബഗ്ഗിയിൽ കയറി ഞങ്ങളവിടെ പോയി വെയിറ്റ് ചെയ്യാണ് അടുത്ത കണക്ഷന് വേണ്ടി. ബാംഗ്ലൂരിലെ ഡൊമസ്റ്റിക് എയർപോർട്ടും വളരെ നല്ല എയർപോർട്ടാണുള്ളത്. ഇത് ടെർമിനൽ 1 ആണ്. ടെർമിനൽ 2 ഇൻ്റർനാഷണൽ എയർപോർട്ട് പുതുതായിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ കുറേ റിപ്പയറിംഗ് വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിവേ നമുക്കിപ്പോൾ അതുമായിട്ട് ബന്ധം വരുന്നില്ല. ഫസ്റ്റ് ടെർമിനലിൽ നിന്നാണ് നമ്മുടെ യാത്ര ഇനിയും പോകേണ്ടത്. എയർപോർട്ടിനകത്തൂടെ യാത്ര ചെയ്യാണ്. നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കൊച്ചിൻ ടു ബാംഗ്ലൂരും ബാംഗ്ലൂർ ടു ശ്രീനഗറും നമുക്ക് നല്ല സാൻഡ്വിച്ചായിരുന്നു ലഭിച്ചത്. രണ്ടും നല്ലതായിരുന്നു. ഒന്ന് ചിക്കൻ ടിക്ക സാൻഡ്വിച്ചും പിന്നെ വേറൊരു സാൻഡ്വിച്ചും. ടിക്ക സാൻഡ്വിച്ച് കൊച്ചി ടു ബാംഗ്ലൂർ റൂട്ടിൽ കിട്ടി. പിന്നെ ബാംഗ്ലൂർ ടു ശ്രീനഗർ വേറൊരു സാൻഡ്വിച്ച്. പക്ഷെ രണ്ടും നല്ലതായിരുന്നു. ബാംഗ്ലൂർ ടു ശ്രീനഗർ കിട്ടിയത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. എങ്കിലും നല്ല സഫിഷ്യൻ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മളിങ്ങനെ ആകാശ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ മേളിൽ കൂടെ നമ്മൾ ആ മേഘങ്ങളൊക്കെ കണ്ടുകൊണ്ട് താഴോട്ടിങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ കാശ്മീരിൻ്റെ ആ മലകളൊക്കെ കാണാം. നമുക്ക് ദൂരെ ഐസ് പിടിച്ച മലകളും മഞ്ഞുമലകളും താഴെയായിട്ട് ഡ്രൈ ആയിട്ടുള്ള മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ കാശ്മീരിലോട്ട് ലാൻഡ് ചെയ്യാനുള്ള തുടക്കമാണ്. കണ്ടോ, ഇതിനകത്തൂടെ കാണാമല്ലോ. ഇന്ത്യയുടെ അങ്ങേയറ്റത്തുള്ള കാശ്മീരിലോട്ട് ലാൻഡ് ചെയ്യുകയാണ്. ശ്രീനഗർ എയർപോർട്ട്. ഞങ്ങൾ സുരക്ഷിതമായി ശ്രീനഗർ എയർപോർട്ടിലെത്തി. ബാഗേജ് ആണെങ്കിലും ഈ ബ്ലാക്ക് ബാഗും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കളറുള്ള ബാഗുണ്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും കൺഫ്യൂഷനായിരുന്നു. ചില ആൾക്കാരൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബാഗേൽ ഞങ്ങളൊരു റിബൺ കിട്ടും അടയാളമായിട്ട്. ആ റിബൺ കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ കളറായതുകൊണ്ട് ആ റിബൺ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടില്ല, ഈ റിബണാണ് ഞങ്ങൾ കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾ കാശ്മീരിൽ ഇറങ്ങി അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. വെൽക്കം ടു കാശ്മീർ. നല്ല മഴയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് കുറഞ്ഞു മഴ. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ ദൂരം ചെന്നിട്ടുള്ളൊരു ഹോട്ടലിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്തു അവിടെ വരെ ചെല്ലാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന്.
ആക്ച്വലി ഞങ്ങൾ ചെല്ലുന്ന സമയം മഴ പെയ്യേണ്ട സമയമല്ല, പക്ഷേ അന്ന് ഒരു 3-4 ദിവസത്തേക്ക് ഒരു മഴ പറഞ്ഞു. കറക്റ്റ് ഞങ്ങൾ ചെല്ലുന്നത് ആ സമയത്തായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു ബോർഡ് കണ്ടു. അതിനകത്ത് അവിടുത്തെ ഓരോ ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്ക് കാശ്മീരിലെ ഒത്തിരി വീടുകളൊക്കെ കണ്ടു. അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മിക്കവാറും എല്ലാം നല്ല ഒരുവിധം വലിപ്പമുള്ള വീടുകളായിരുന്നു. പക്ഷെ എല്ലാം കണ്ടാൽ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നു. പിന്നെ റൂഫുകളെല്ലാം ചെരിച്ച റൂഫുകളാണ് അവിടെ കണ്ടത്. കാരണം ഈ ഐസ് വന്ന് വീഴുമ്പം സ്നോ ഉരുകി പോകാൻ വേണ്ടിയാണ് അവരെല്ലാം ചെരിഞ്ഞ റൂഫുകൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ദൂരെയായിട്ട് മലകളിലൊക്കെ നമുക്ക് ലൈറ്റ് കാണാം, ഒരു റോഡ് പോകുന്ന പോലെ. അതൊക്കെ പട്ടാള ക്യാമ്പുകളാണെന്നാണ് പറഞ്ഞത്. ഒത്തിരി ഭടന്മാരും ഒക്കെ അവിടെയാണ് താമസിക്കുന്നത്. അവിടെ ഒത്തിരി ക്യാമ്പുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏഷ്യൻ പാർക്ക് ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത് എല്ലാവരും.